ഷിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ സംരക്ഷണവും സഹായവും ഈ ദിവസം മുഴുവനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിന്റെ 10-ാമത്തെ അധ്യായത്തിന്റെ 1 മുതലുള്ള തിരുവചന ഭാഗങ്ങളില് ഹൃദയ കാഠിന്യത്തോടെ തന്റെ അരികിലേക്ക് വരുന്ന ആളുകളെ കർത്താവ് കുറ്റപ്പെടുത്തുന്നത് നമ്മൾ കാണുകയാണ്. കർത്താവ് കുറ്റപ്പെടുത്തുന്ന പാപമാണ് ഹൃദയത്തിന്റെ കഠിനത. ദൈവത്തെ മാനിക്കാതെ, മനുഷ്യനെ മാനിക്കാതെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നതാണ് ഹൃദയത്തിന്റെ കഠിനത. ദൈവം വചനത്തിലൂടെ അരുളി ചെയ്തിരിക്കുന്ന കാര്യങ്ങൾക്ക് വില കൊടുക്കില്ല. ചിലര് അതിനെ മാനിക്കില്ല. എന്റെ ജീവിതത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല, ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി, ഞാൻ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചാൽ മതി, ഞാൻ ഇങ്ങനെയൊക്കെ നടന്നാൽ മതി, വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ജീവിക്കുന്ന ചിലരുണ്ട്. പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ ഉപദേശം ശ്രവിക്കാനോ ജീവിതത്തിൽ മാറ്റം വരുത്താനോ വചനത്തിനനുസരിച്ച് ജീവിതം നയിക്കാനോ സാധിക്കാത്ത ഹൃദയ കഠിനതയിൽ കിടക്കുന്ന അവരുടെ ജീവിതത്തെ നാശത്തിലേക്കാ തള്ളിയിടുന്നതെന്ന് തിരിച്ചറിയണം. അതുപോലെ മനുഷ്യനെ മാനിക്കില്ല, മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ ഒട്ടും ശ്രവിക്കില്ല, മറ്റുള്ളവരെ ബഹുമാനിക്കില്ല, മറ്റുള്ളവരുടെ ജീവിതത്തെ കേൾക്കില്ല, കാണില്ല, അറിയില്ല. മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും എനിക്ക് കുഴപ്പമില്ല, എന്റെ ഇഷ്ടത്തിന് നടക്കണം, എന്റെ കാര്യങ്ങൾ നടക്കണം. ഇതിന്റെ അപ്പുറത്തേക്ക് ചിന്തിക്കാൻ സാധിക്കാതെ മനുഷ്യനെ മാനിക്കാതെ കഴിയുന്ന ചിലരുണ്ട്. പ്രിയപ്പെട്ടവരെ, വചനം പഠിപ്പിക്കുകയാണ്, അവൻ ഹൃദയ കഠിനതയിലായിരിക്കുന്നവനാണ്. നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയണം, വചനം പഠിപ്പിക്കുന്നത് എന്താണെന്നറിയാവോ? മനുഷ്യനെയും ദൈവത്തെയും മാനിക്കാതെ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടോളും എന്ന് കരുതി സ്വന്തം അനുഗ്രഹിക്കുന്നവര് ജീവിതത്തിൽ ശപിക്കപ്പെട്ടവരാണെന്നാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തില് ദൈവത്തെ മാനിക്കാതെയും മനുഷ്യനെ മാനിക്കാതെയും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കുന്നവരാണ് നമ്മളെങ്കിൽ നമ്മൾ നമ്മളെ തന്നെ അനുഗ്രഹിച്ചുകൊണ്ട് സർവ്വശാപങ്ങളും ദുരിതങ്ങളും ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങുന്നവരാണ്. ഹൃദയത്തിന്റെ കഠിനതയെക്കുറിച്ച് നമ്മൾ പരിശോധിക്കണം. നോമ്പുകാലം ജീവിതത്തെ പരിശോധിക്കാനുള്ള കാലഘട്ടമാണ്. ഹൃദയ കഠിനതയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ ഞാൻ? എന്റെ ഇഷ്ടവും എന്റെ ആഗ്രഹവും അതിന്റെ അപ്പുറത്ത് മറ്റൊന്നും കാണാതെ, ദൈവത്തെ കാണാതെ, മനുഷ്യനെ കാണാതെ ജീവിക്കുന്നവരാണ് നമ്മളെങ്കിൽ ശാപവും ദുരിതവും ഏറ്റുവാങ്ങേണ്ടി വരുന്നവരാ. ഹൃദയ കഠിനതയെ മാറ്റാം. കരങ്ങളെ യാചനയോടെ പിടിച്ച നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളെയും ഈശോയ്ക്ക് കൊടുത്ത് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ്, ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക്, ഇവരുടെ കഷ്ടപ്പാടുകളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതത്തിൽ നിന്ന്, ജീവിതത്തിന്റെ വഴികളിൽ നിന്ന് സർവ്വ തിന്മകളെയും ബന്ധനങ്ങളെയും കെട്ടുകളെയും പിശാചിന്റെ ഉപദ്രവങ്ങളെയും നാരകീയ ശക്തികളെയും പൈശാചിക അരൂപികളെയും ദുഷ്ടശക്തികളെയും ദിവ്യകാരുണ്യത്താൽ ബന്ധിച്ചു നിർവീര്യമാക്കി നരാഗ്നിയിലേക്ക് അട്ടിപ്പായിക്കുന്നു. ഈശോയെ, ഈ ദിവസം ഇവരെ അനുഗ്രഹിക്കണമേ. പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാനുള്ള കൃപ ഇവർക്ക് നൽകണമേ. വിശുദ്ധിയിൽ ജീവിക്കാനുള്ള അഭിഷേകം ഇവർക്ക് നൽകണമേ. ഇവരുടെ കൂടെ അങ്ങുണ്ടായിരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.